ജോൺ വിക്കിനെ മേളിൽ നിൽക്കും, നമ്മളെ ഇരുത്തി കൊന്നു കളഞ്ഞ് നമ്മൾ സൈക്കോ ആയി പോകും കണ്ടിറങ്ങുമ്പോൾ. ഇതുവരെ ഇങ്ങനെ കണ്ടു കാണത്തില്ല, ഫ്ലോപ്പൺ ആയിട്ട് കാണിക്കും മൊത്തം. ഇറ്റ് വാസ് ഫുൾ കില്ലി ഓൺലി. ഇന്ത്യയിൽ ഇതുവരെ ഇത്ര വയലൻസ് കണ്ടിട്ടില്ല, അതും അൺസെൻസേർഡ്, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. പൊളി എന്ന് പറഞ്ഞ് വൻ പൊളി, വയലൻസിന്റെ വെൽക്കം ബാക്ക്. ഇന്ത്യസ് മോസ്റ്റ് വയലന്റ് ഫിലിം ഇറങ്ങിയപ്പോൾ തന്നെ കിടിലൻ റെസ്പോൺസ് കിട്ടിയ പടമാണ്. പക്ഷേ ഞങ്ങളുടെ ജില്ലയിൽ ഷോ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് ട്രിവാൻഡ്രം ഏരീസിൽ വന്നിട്ട് കില്ല് കണ്ടിറങ്ങി ഓഡിഷൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നവരൊക്കെ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നേരെ കിൽ റിവ്യൂലേക്ക്. രക്ഷയില്ല, ഹെവി പടം. വയലൻസ് എങ്ങനെയുണ്ട്? ജോൺ വിക്കിനെ മേളിൽ നിൽക്കും, ഇന്ത്യൻ ജോൺ വിക്ക് ആണ്. രക്ഷയില്ല. ഓക്കെ, ബ്രോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, സൂപ്പർ ആക്ഷൻ, നല്ല ആക്ഷൻ മൂവി. സ്റ്റോറി വൈസ് എങ്ങനെയുണ്ട്? സ്റ്റോറിയും കൊള്ളാം, മൊത്തത്തിൽ സിനിമാറ്റോഗ്രാഫി, ആക്ഷൻസ്, ഇമോഷൻസ് എല്ലാം സൂപ്പറായിരുന്നു. ഇറ്റ് വാസ് ഫുൾ കില്ലി ഓൺലി. വയലൻസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര വയലൻസ് ഉണ്ടായി. ഐ കെയിം വിത്ത് മൈ സൺ ഓൾസോ. ഹി കാൻ ഓൾസോ ടെൽ. ഡിഡ് യു എക്സ്പെക്ട് ദിസ് മച്ച് വയലൻസ്? ഇല്ല ഒരിക്കലും ഉണ്ടായില്ല. കില്ല് മീൻസ് അപ്പുറോ, ജോൺ വിക്കിനെക്കാട്ടും അപ്പുറോ. നീ കണ്ടിട്ട് ഞെട്ടിയില്ലേ വയലൻസ് ഒക്കെ? എനിക്ക് പതിവായി ഇങ്ങനെ കാണുന്നത്. ഓക്കെ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണോ? അതെ. ഫുൾ ബ്ലഡ് ഷെഡ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും കൊള്ളാം. ഭയങ്കര വയലൻസ് ആണോ? നല്ല രീതിക്ക് ഇതുവരെ ഇങ്ങനെ കണ്ടു കാണത്തില്ല, ഫ്ലോപ്പൺ ആയിട്ട് കാണിക്കും മൊത്തം. അപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടു വന്നതാണോ അതോ? ഞാൻ റിവ്യൂ കണ്ടു വന്നതാണ്. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, എൻഗേജിങ് ആണ്, ചെറിയ സിനിമയാണ്, പെട്ടെന്ന് തീരും. ഒരു രക്ഷയില്ല, അടിപൊളി ക്ലാസ് ആക്ഷൻ, അടിപൊളിയായിട്ട് ഡയറക്ഷൻ ഇടിയൊക്കെ നമുക്ക് കൊള്ളണം. കണക്ക് സൗണ്ട് എഫക്റ്റ് ഇട്ട ആളെ സമ്മതിക്കണം, ഒരു രക്ഷയില്ല. ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരുന്നു വയലൻസ് എക്സ്പീരിയൻസ്? വയലൻസ് ഇന്ത്യയിൽ ഇതുവരെ ഇത്ര വയലൻസ് കണ്ടിട്ടില്ല. എല്ലാവരും ഓരോ അടി വരുമ്പോഴും എല്ലാവരും കണ്ട് കൈയടിക്കും, അത്ര അടിപൊളിയായി. അപ്പോൾ ജനൽസിന് വേണ്ടി മാത്രമാണോ അതോ അല്ലാതെ സ്റ്റോറിയായിട്ട് എങ്ങനെ? സ്റ്റോറി ഏറെക്കുറെ ഇത്തിരി കണ്ടു പഴകിയ സാധനമാണ്, പക്ഷേ അത് നമുക്ക് തോന്നിക്കാതെ ആ ആക്ഷനിൽ അവർ പിടിച്ചു. ഒരു എങ്ങനെയുണ്ട്? ആക്ടർ അടിപൊളിയായിട്ട്, എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കാണാം. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം വരണത്, അതും അൺസെൻസേർഡ്, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അവർ കൊടുത്ത് അതുപോലെ തന്നെ മോനെയും കൂടെ കൊണ്ടുവന്ന് കാണിക്കാൻ വന്നതാണ്. എന്ന് പറഞ്ഞാൽ അവനും ഇഷ്ടമാണ് വയലൻസ് സിനിമകൾ. അപ്പോൾ അത് എന്താ പറയുക, അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നായകനോ അല്ലെങ്കിൽ ആരാണ് ചെയ്തതെന്നല്ല, ഡയറക്ടറിനാണ് കയ്യടി കൊടുക്കേണ്ടത് മൊത്തം. എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രെയിൻ ഒരു ചെറിയ സ്പേസിൽ ആക്ഷൻ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ അത് വെച്ചിട്ട് സ്റ്റോറി ഒന്നുമില്ല, ഒറ്റ നൈറ്റിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു ട്രെയിനിൻ്റെ അകത്ത് നടക്കുന്ന കഥയാണ്. പക്ഷെ അതിന് ഈ വയലൻസ് ആണ്, നമ്മുടെ ആൾക്കാർക്ക് വയലൻസ് ആണ് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഈ ആയിട്ട് അവർ കൊടുത്താലും മതി, കട്ട് ചെയ്യരുത്, ബ്ലർ ചെയ്യരുത്. ഇതിലൊന്നും ബ്ലർ ചെയ്തിട്ടില്ല. തല അടിച്ച് പൊട്ടിക്കണമായാലും കണ്ണ് തുറണ, നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. വയലൻസ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളൊരു ദുർബല ഹൃദയൻ അല്ലെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ കാണാം. മൂവി എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതുവരെ കണ്ട വയലൻസ് മോസ്റ്റ് വയലന്റ് ആണോ? ഓഫ് കോഴ്സ്, ഒരു സംശയമില്ല. ഇന്ത്യയിലല്ല, എനിക്ക് തോന്നുന്നില്ല, ഞാൻ വേറൊരു പടം ഇങ്ങനെ കണ്ടിട്ടില്ല. അമ്മാതിരി സാധനം. ഡിസേർവ്സ് ബെറ്റർ ബ്രോ, ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും പറയല്ല, എന്റെ പൊന്ന് തീ ബ്രൂട്ടലാണ്. മണിക്കൂറാണെങ്കിലും നമ്മളെ ഇരുത്തി കൊന്നു കളഞ്ഞ് നമ്മൾ സൈക്കോ ആയി പോകും കണ്ടിറങ്ങുമ്പോൾ. ഓക്കെ, എൻ്റെ പൊന്നോ, അത് ഇപ്പോൾ 2 ദിവസത്തെ ഭയങ്കര അഭിപ്രായം കേട്ടിട്ടാണ് പടം കാണാൻ വന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മരവിപ്പുണ്ട്, അത് ഇതുവരെ മാറിയിട്ടില്ല. വയലൻസ് എന്ന് പറഞ്ഞാൽ അന്യായ വയലൻസ്. ആനിമലൊക്കെ നമ്മൾ കണ്ട ആ ഒരു വയലൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അല്ല. ഈ കുറഞ്ഞ ഡ്യൂറേഷൻ്റെ അകത്ത് ഡയറക്ടർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അന്യായ മുതലായിട്ടാണ് സാധനം ചെയ്തിരിക്കുന്നത്. നായകനെ എടുത്തു പറയണം, അയാളുടെ ഡെബ്യൂ വർക്കാണെന്നാണ് തോന്നുന്നത്. ബട്ട് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടൻ്റെ ഫീലാണ് നൽകിയിട്ടുള്ളത്. എല്ലാവരും കൊള്ളാം. ഒരു എന്താ പറയുക, ഒരു 1.5 മണിക്കൂർ അതിൻ്റെ അകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ. എനിക്ക് വയലൻസ് ഇഷ്ടമാണ് മൂവീസ്, എനിക്ക് അങ്ങനെ. പക്ഷേ ഇത് അതിനെക്കാട്ടി മേലെ എക്സ്ട്രീമാണ്. തീർച്ചയായിട്ടും വയലൻസ് ഇഷ്ടമുള്ള ആൾക്കാർ, കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ പടം എന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. പൊളി എന്ന് പറഞ്ഞ് വൻ പൊളി, വയലൻസിൻ്റെ പറഞ്ഞില്ല അങ്ങേയറ്റ. എനിക്ക് ഭയങ്കര എനിക്കൊന്ന് ഒരുപാട് പേര് ഞാൻ റിവ്യൂ കേട്ടപ്പോൾ പലരും ചോദിച്ചു, കേരളത്തിൽ പലയിടത്തും കാണാൻ പറ്റുന്നില്ല, കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമേ ഉള്ളൂ ഒരുപാട് ഷോസ്. ആർക്കും അറിഞ്ഞൂടെ ഈ സിനിമ. ഇനിയിപ്പം OTT വരുമ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് OTT, പക്ഷേ OTTയിൽ ഇനി ചില പറയാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യൻ നിയമം വെച്ച് ചിലപ്പോൾ അതിലും ബ്ലർ ചെയ്തോളെ. തിയേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ വന്ന് കാണുന്നതാണ് പറ്റും. ഓക്കെ, കുറേ നാൾക്ക് ശേഷമാണ് കണ്ടിറങ്ങിയവരെല്ലാം അതേ ഹൈപ്പിൽ ആ ഒരു മാരക റിവ്യൂ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്. കിൽ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.